ഹലോ, ഇന്ന് നമുക്ക് 3 സാരീസ് ആട്ടോ ഡ്രേപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. നല്ല മടിയുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ സാരി നമുക്ക് സിംഗിൾ പ്ലീറ്റിൽ ചെയ്യാനുള്ളതാണ്. ഈ സാരി നമുക്ക് നോർമൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇനി വരുന്ന സാരി നമുക്ക് ഒരു മെർമെയ്ഡ് സ്റ്റൈലാണ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രീ പ്ലീറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഡ്രേപ്പിംഗിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുണ്ടായിരുന്നു. 3 പേർക്കും ലൈറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഷെർഗ മാമിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ആളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അതിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരും. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ ഇതൊരിക്കലും അവർ വർക്ക് തരുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളോടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ മെർമെയ്ഡ് ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആള് നമുക്കൊരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെഫറൻസ് പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ റെഫറൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കേരള ട്രഡീഷണൽ സാരി ഡ്രേപ്പിംഗ്, നോർമൽ സാരി ഡ്രേപ്പിംഗ് ആണ്. ഇവരുടെ 3 സാരീസും യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള പോലെയല്ല നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഡ്രേപ്പ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളടുത്ത് ഡ്രേപ്പിംഗ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ്ഡ് സാരീസ് ആകുമ്പോൾ അതിൻ്റെ ഫോൾഡിംഗ് മാർക്കും കാര്യങ്ങളൊന്നും ഒറ്റ അയണിങ് കൊണ്ട് നമുക്ക് പോക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ റോൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ബോക്സ് പ്ലീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് സാരിയിൽ അയൺ കൊടുക്കണം കേട്ടോ, യൂസ്ഡ് ആണെങ്കിൽ പ്രത്യേകിച്ച്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സാരീനെ അതിൻ്റെ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോളിംഗ് ഒക്കെ പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ചിട്ട് ഡ്രേപ്പിംഗ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്തായാലും റോൾ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുവരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. ആക്ച്വലി ഞാനല്ല, ഹസ്ബൻഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓരോരോ കറക്ഷൻസ് ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ നീറ്റാക്കി കൊണ്ടുവരികയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സാരി ഇതായിരുന്നു. ഗ്രീൻ ആൻഡ് പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന സാരി ആയിരുന്നേ. കുറച്ച് പോസസ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പിങ്ക് സാരിയിൽ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, 2-3 ഫോട്ടോസ് മാത്രം. അപ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഷെർഗ മാമിൻ്റെ സാരി ഓപ്പൺ ആയിരുന്നു. ഞാൻ 1-2 പിന്നൊക്കെ കുത്താൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചേട്ടൻ കാറൊന്ന് സൂം ചെയ്യുന്നുണ്ട്, കാറിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.